AQI അല്ലെങ്കിൽ എയറസോൾ കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. കൊച്ചിയും ഒരു എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ ലോ എയർ ക്വാളിറ്റി ഉള്ള ഒരു നഗരമാണ്. ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം ഓൺലി ഓവർ കൊച്ചി. ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. കൊച്ചിയിലും നമുക്ക് ഈ ഹൈ പൊല്യൂഷൻ എപ്പിസോഡ് ഉണ്ടാകുന്നത് പലപ്പോഴും വിൻ്ററിലാണ്. പൊതുവെ AQI വാല്യൂ 50 വരെ സേഫാണ്. ലോകത്തെ 99% ജനങ്ങളും ശ്വസിക്കുന്നത് ബെഞ്ച് മാർക്കിൽ താഴെയുള്ള വായു തന്നെയാണ്, ക്വാളിറ്റി ഇല്ലാത്ത വായുവാണ്. ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ മാത്രമല്ല, ഇൻഡോർ എയർ ക്വാളിറ്റിയും ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു ടൈമിൽ നമ്മൾ AC വെക്കുന്ന പോലെ തന്നെ പല പ്രദേശങ്ങളിലും എയർ പ്യൂരിഫയറിൻ്റെ യൂസേജ് കൂടി വരികയാണ്. 26 എല്ലിനോ ഇല്ലെങ്കിൽ പോലും ചൂട് കൂടിയ ഒരു വർഷമായിട്ട് തന്നെ മാറാനാണ് സാധ്യത. പിന്നീട് എല്ലിനോ വരാൻ സാധ്യത നമ്മുടെ ജൂണിലാണ്, മെയ് ജൂൺ ലാസ്റ്റോട് കൂടിയാണ്. അപ്പോഴേക്കും നമ്മുടെ മൺസൂണാവും. സമ്മർ സീസൺ മാറി, അന്നേരം മഴയായിരിക്കും എല്ലിനോ എഫക്റ്റ് ചെയ്യുന്നത്. ഈ വർഷം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും എന്തായാലും, പക്ഷേ അതൊരു ഹീറ്റ് വേവ് ചിലപ്പം 1-2 സ്പെല്ലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പീക്ക് മാർച്ചിൽ ഒക്കെ സണ്ണ് വെർട്ടിക്കലായിട്ട് വരുന്ന സമയത്ത്. റൈറ്റ് അവറിൽ ഡോക്ടർ S. അഭിലാഷ്, സ്വാഗതം. ഈ കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, വായുവിൻ്റെ ഗുണനിലവാര സൂചിക ഇടിയുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ഇതിന് കാരണമായി വന്നത്? എല്ലാ അർബൻ സിറ്റീസിനെ പോലെ കൊച്ചിയും ഒരു എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ ലോ എയർ ക്വാളിറ്റി ഉള്ള ഒരു നഗരമാണ്. പക്ഷേ കൊച്ചിയുടേതായിട്ടുള്ള കുറേ കാലാവസ്ഥാപരമായിട്ടുള്ള കുറേ അനുകൂല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എയർ ക്വാളിറ്റി ഒരു ഒക്കേഷണലി ഒരു 200-300 ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊരു വലിയ ഒരു ഹെൽത്ത് കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു വിഷയമായിട്ട് വളരാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഈ കോസ്റ്റൽ പ്രോക്സിമിറ്റിയും അതോടൊപ്പം തന്നെ ട്രോപ്പിക്കൽ റീജിയൻ. ഇപ്പം കമ്പയർഡ് ടു ഡൽഹിയുടെ ജോഗ്രഫി എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പം പല സ്ഥലത്തു നിന്നും വരുന്ന പൊല്യൂഷൻ പോലും ഡൽഹിയിൽ വന്നാണ് ട്രാപ്പ് ചെയ്യുന്നത്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരെ വരുന്ന ഡസ്റ്റ് പടിഞ്ഞാറൻ കാറ്റ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നാണ് ഡംപ് ചെയ്യുന്നത്. ഡൽഹി ഫുട് ഹിൽസിൻ്റെ താഴെ ആയതുകൊണ്ട് ഇത് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറും പൊതുവെ വിൻ്ററിൽ കുറവായതുകൊണ്ട് ഇത് നമ്മുടെ സർഫസ് ലെയറിൽ തന്നെ ട്രാപ്പ് ചെയ്യപ്പെടും. കൊച്ചിയിലും നമുക്ക് ഈ ഹൈ പൊല്യൂഷൻ എപ്പിസോഡ് ഉണ്ടാകുന്നത് പലപ്പോഴും വിൻ്ററിലാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ ഒരു വിൻ്റർ ടൈമിലാണ് സർഫസ് ലെവൽ പൊല്യൂഷൻസ് കൂടുന്നത്. അപ്പോൾ അതിനും കാലാവസ്ഥാപരമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഇൻവേർഷൻ എന്ന് പറയും. ഇപ്പം ടെമ്പറേച്ചർ സർഫസ് ലെവലിലെ താഴെ നിന്ന് മുകളിലോട്ട് ഉയരുന്ന വഴി ഈ പൊല്യൂട്ടൻസ് ഡിസ്പേഴ്സ് ചെയ്യാതെ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ സർഫസ് ലെവൽ AQI കൂടുന്നത്. പക്ഷെ ആ കൂടുന്നത് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കേ ഉള്ളൂ. മീൻസ് പലരും ഈ നമ്മുടെ സ്റ്റാൻഡേർഡായിട്ടുള്ള CPCB അല്ലെങ്കിൽ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCBയുടെ ഡേറ്റയല്ല യൂസ് ചെയ്യുന്നത്. പലരും ഈ നെറ്റിലും ഒക്കെ വരുന്ന അൺസയൻറ്റിഫിക് ആയിട്ടുള്ള റിലയബിലിറ്റി അധികം ഇല്ലാത്ത ചില ഡേറ്റയും സെൻസറും യൂസ് ചെയ്തിട്ടാണ് ഈ AQI ഒക്കെ പറയുന്നത്. അത് പലതും മെഷർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ്. നമ്മുടെ നാഷണൽ ആംബിയൻ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതിനനുസരിച്ചാണ് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB ഒക്കെ ഇത് മെഷർ ചെയ്യുന്നതും ഈ AQI ഇൻഡെക്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ഒക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പലപ്പോഴും ഈ നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വാല്യൂ എടുത്തിട്ട് 300 ക്രോസ് ചെയ്ത് 400 ക്രോസ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാകും. കാരണം ഒരു പർട്ടിക്കുലർ ഇപ്പം നമ്മൾ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നത് പൊതുവേ ഒരു ആനുവൽ ആവറേജിലും അല്ലെങ്കിൽ 24 hour ആവറേജിലുമാണ്. ഒരു ദിവസത്തെ ആവറേജ് അതാണ് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക്. അപ്പം ഇപ്പം PM 2.5 പർട്ടിക്കുലർ മാറ്റർ 2.5 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് ഒരു സ്പീഷീസ് ആയിട്ടാണ് സാധാരണക്കാരുടെ ഒരു കണക്ക് കൂട്ടൽ. അതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മെഷർ അല്ല, പക്ഷെ ദാറ്റ് കണ്ടെയ്ൻ ലോട്ട് ഓഫ് അതർ സ്പീഷീസ്. ഇപ്പം സൾഫേറ്റ്, ബ്ലാക്ക് കാർബൺ, അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ, പിന്നെ ഈ
നമ്മുടെ സീ സോൾട്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് PM2.5 എന്ന്. നമ്മുടെ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ PM2.5 നമ്മുടെ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സ്പീഷീസ് ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് ഈ PM2.5. അതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, 2.5 മൈക്രോമീറ്ററിൽ താഴെ വരുന്ന എല്ലാ സൈസിൽ വരുന്ന പാർട്ടിക്കിളും ചേരുന്നതാണ്. അതിൻ്റെ ഒരു അക്യുമുലേഷനാണ് PM2.5 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതിനുള്ളിൽ തന്നെ എത്രയോ റേഞ്ച് ഉണ്ട്. ഇപ്പം 0.1 മൈക്രോമീറ്റർ തൊട്ട് അല്ലെങ്കിൽ നാനോമീറ്റർ തൊട്ട് 2.5 മൈക്രോമീറ്റർ വരെ വേരിയിങ് സൈസിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ എഫക്റ്റ് ആണ് നമ്മൾ PM2.5 എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സൈസ് കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 40-50 മൈക്രോമീറ്റർ ആണ്. PM2.5 എന്ന് പറഞ്ഞാൽ 2.5 മൈക്രോമീറ്റർ. അപ്പം മുടിയുമായിട്ട് ഈ പാർട്ടിക്കിളിൻ്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിൻ്റെ സൈസ്. ഇതാണ് നമുക്ക് കൂടുതലും ഹെൽത്തിൽ പ്രശ്നം വരുന്നത്. കാരണം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഹേൽ ചെയ്ത് നമ്മൾ പറയല്ലോ മാസ്ക് ഒക്കെ വെക്കും, അല്ലെങ്കിൽ എയർ ഫിൽറ്റർ വെക്കുമെന്ന്. ഈ ഫിൽറ്ററുകൾക്കൊന്നും പിടിക്കാൻ പറ്റാത്ത ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഈ പ്രത്യേകിച്ച് നാനോമീറ്റർ സൈസിലുള്ള വെരി നാനോ പാർട്ടിക്കിൾസ് വരെ ഉണ്ട്. ഇതൊന്നും ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫിൽറ്റേഴ്സോ അല്ലെങ്കിൽ മാസ്കോ ഒന്നും പിടിക്കത്തില്ല. N95 പോലും ചിലപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ പോകും. അപ്പം ഇതാണ് കൂടുതലും ഹെൽത്ത് ഇഷ്യൂ ആയത്. അപ്പം മാസ്ക് വെച്ചാൽ പോലും പലരും ഇതിനോട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ AQI എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു സ്കെയിലാണ്. അപ്പം നമ്മൾ ഈ പരീക്ഷയ്ക്ക് മാർക്ക് ഇടുന്ന പോലെയാണ്. നമ്മുടെ ഒരു കോമ്പസിറ്റ് റിപ്പോർട്ട് കാർഡിൽ കോമ്പസിറ്റ് മാർക്ക് അനുസരിച്ചാണല്ലോ ജയിച്ചോ തോറ്റോ. അതേസമയം ഒരുത്തൻ ചിലപ്പം മാത്സിന് 99% മേടിക്കും, ചിലപ്പോൾ കെമിസ്ട്രിക്ക് 70% ആയിരിക്കും. പക്ഷേ ഇൻ എഫക്റ്റ് അവൻ വരുന്നത് A+ അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് ഒരു വലിയ കാറ്റഗറിയിലായിരിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് ഈ AQI ഇൻഡെക്സ് കാൽക്കുലേഷൻ. AQI ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കുറഞ്ഞത് ഈ CPCB യൂസ് ചെയ്യുന്നത്, അതും NAQ, അതായത് നാഷണൽ ആംബിയൻ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ആംബിയൻ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു 8 സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ AQI ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലും എൻ്റയർ സ്പെക്ട്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഈ AQI 200 എന്ന് പറയുമ്പം അതിൽ PM2.5ൻ്റെ കോൺസെൻട്രേഷൻ വരുന്നുണ്ട്, PM10 വരുന്നുണ്ട്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ബ്ലാക്ക് കാർബൺ, അതുപോലെ തന്നെ ഈവൻ ലെഡ്, ഇതെല്ലാം ഇങ്ങനെ ഒരു അമോണിയ, ഇങ്ങനെ ഒരു 8ഓളം സ്പീഷീസിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമ്മൾ ഒറ്റ വാല്യൂ ആയിട്ട് AQI ആയിട്ട് പറയുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഈ ഒരു ഇതിൽ കമ്പൈൻഡ് എഫക്റ്റ് AQI എന്ന് പറയുമ്പം അതിൽ ഏത് സ്പീഷീസ് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് AQI വാല്യൂ. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ പാലാരിവട്ടം അല്ലെങ്കിൽ കാക്കനാട് PM10 ആണ് കൂടുതൽ. കാരണം കൂടുതൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കാരണം മിനറൽ ഡസ്റ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ഇതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ AQI അതിലാണ് ഏറ്റവും എന്താ പറയുക, അതിനൊരു നോർമലൈസേഷൻ ഒന്നും ആ പറയുന്ന രീതിയിലില്ല. ഏത് സ്പീഷീസ് ഡോമിനേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ വാല്യൂസ് മാറുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നം ഈ AQI തന്നെ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ഒറ്റ സിംഗിൾ വാല്യൂ ആയിട്ട്. അപ്പം PM2.5ൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ആവറേജ് ഇന്ത്യയിലെ 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അത് 24 hour ആവറേജ് ത്രഷോൾഡാണ്. അതുവരെ 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആനുവൽ സ്കെയിലിൽ ആവറേജ് ഉണ്ടെങ്കിൽ അത് നല്ല സ്ഥലമാണെന്നാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. അത് പക്ഷേ ഒരു 24 hour വിതിൻ ഡെയിലി വേരിയേഷൻ ഉണ്ടല്ലോ. അപ്പോൾ 24 hourൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഒരു 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ PM2.5 കൺസിഡർ ചെയ്യുമ്പോൾ അത് ബാഡ് എയർ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ സ്പീഷീസ്. ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്താൻ ഓസോൺ പാളികൾ മീൻസ് ഓസോൺ കുറയുമ്പോൾ നമുക്ക് പ്രശ്നമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓസോൺ അതേപോലെ തന്നെ ഒരു പൊല്യൂട്ടൻറ്റുമാണ്. കാരണം സർഫസ് ലെവലിൽ ഓസോൺ എന്ന് പറയുന്നത് ഒരു പൊല്യൂഷനാണ്. അപ്പോൾ ഈ AQI കാൽക്കുലേഷനിൽ ഓസോണും വരുന്നുണ്ട്. അപ്പം സർഫസ് ലെവലിൽ ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നാച്ചുറൽ പ്രോസസ്സിലല്ല, അത് ആന്ത്രോപോജനിക് പ്രോസസ്സാണ്. പൊതുവെ AQI വാല്യൂ 50 വരെ സേഫാണ്, അത് ഹസാഡസ് ആയിട്ട് മാറുന്നത്. അപ്പം അതാണ് വാല്യൂ വെച്ച് നമ്മളിങ്ങനെ കൊച്ചിയിൽ ഭയങ്കരമായിട്ട് എയർ പൊല്യൂഷൻ കൂടി എന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെ പ്രശ്നം അതാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3-4 വർഷത്തെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ
AQAയിൽ ഒരു ഗുരുതര സ്വഭാവം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസകോശ രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ടുള്ള കണക്കുകളൊക്കെ വന്നിട്ടുണ്ടോ? AQI അല്ലെങ്കിൽ എയറസോൾ കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. ഉം. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എയർസോൾ കോൺസെൻട്രേഷൻ കൂടാന്ന് പറഞ്ഞാൽ PM2.5 PM10ന്റെ കോൺസെൻട്രേഷൻ, അതായത് ഈ സ്പീഷീസിനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇത്തരം സ്പീഷീസിനെ നമുക്ക് PM2.5 ആയിട്ട്, കാരണം പറഞ്ഞില്ല ഇതിന്റെ കോമ്പസിറ്റ് ആണ്. PM2.5 എന്ന് നമ്മൾ പറയുമ്പോഴത്തേനും അത് സൾഫേറ്റ് വരുന്നുണ്ട്, സീ സോൾട്ട് വരുന്നുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരുന്നുണ്ട്, ബ്ലാക്ക് കാർബൺ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒത്തിരി എണ്ണം സ്പീഷീസിന്റെ കോമ്പിനേഷനാണ് PM2.5 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഡസ്റ്റിന്റെ, ഫോർ എക്സാമ്പിൾ മിനറൽ ഡസ്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കൂടുകയാണ്. അപ്പം നാച്ചുറലി PM2.5 അല്ലെങ്കിൽ എയറസോളിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ റീജിയനിൽ കൂടി വരികയാണ്. അതിൽ പക്ഷെ അതൊരു എന്താ പറയുന്നത്, ഒരു അലാമിംഗ് ലെവലിന് മേളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ 99% ജനങ്ങളും ശ്വസിക്കുന്നത് ബെഞ്ച് മാർക്കിൽ താഴെയുള്ള വായു തന്നെയാണ്, ക്വാളിറ്റി ഇല്ലാത്ത വായുവാണ്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ, ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം ഒൺലി ഓവർ കൊച്ചിൻ. ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ കാരണം ഒരു 5 to 7 മില്യൺ പ്രീമച്ചർ ഡെത്ത് ഉണ്ടാകുന്ന പറയുന്നത്. അതിൽ 3 to 4 more than 70% ഈസ് ഹാപ്പനിങ് ഇൻ ദി ലോ ഇൻകം കൺട്രീസ്. കാരണം നമുക്കിതിനെ പ്രതിരോധിക്കാനുള്ള ഈ ശേഷി കുറവായിട്ടുള്ള റീജിയനിലാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതൽ. കാരണം പലർക്കും എയർ പ്യൂരിഫയർ, ഇപ്പം അടുത്ത ഒരു ടൈമിൽ നമ്മൾ AC വെക്കുന്ന പോലെ തന്നെ പല പ്രദേശങ്ങളിലും എയർ പ്യൂരിഫയറിൻ്റെ യൂസേജ് കൂടി വരികയാണ്. നമ്മളിപ്പം ആംബിയന്റ് എയർ ക്വാളിറ്റിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഡോർ എയർ ക്വാളിറ്റി അടുത്ത പ്രോബ്ലമാണ്. ഇൻഡോറിൽ നമ്മൾ വിചാരിക്കുമോ നമ്മുടെ വീടിനകത്ത് അടച്ചിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഫൈൻ പാർട്ടിക്കിൾസ് PM2.5 താഴെയുള്ള 1 നാനോമീറ്റർ അല്ലെങ്കിൽ 1 മൈക്രോമീറ്റർ 0.1 മൈക്രോമീറ്റർ സൈസുള്ള പാർട്ടിക്കിൾസ് നമ്മൾ എത്ര മെഷ് വെച്ച് കഴിഞ്ഞാലും അതിനുള്ളിൽ കൂടെ അകത്ത് കയറും വീടിനുള്ളിൽ. ആ വീടിനുള്ളിൽ കയറിയാലോ അവർ വീട് AC ഉള്ള മിക്കവാറും എല്ലാ വീട്ടിലും AC ഉണ്ട്. ഈ വായു വീടിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടും. വെന്റിലേഷൻ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ പണ്ട് കാലത്ത് സൂര്യപ്രകാശം കയറുന്നതും കാറ്റ് ഭയങ്കരമായിട്ട് വെന്റിലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വീടുകളായിരുന്നു. നമുക്ക് കയറിക്കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോവും. പിന്നെ സൂര്യപ്രകാശത്തിനും ഉണ്ട് ഇത്തരം ചെറിയ ഈ ഹസാഡസ് ആയിട്ടുള്ള ഈ വൈറസുകളെയൊക്കെ കൊല്ലാനുള്ള ഒരു ശേഷി സൂര്യപ്രകാശത്തിനുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ മാത്രമല്ല ഇൻഡോർ എയർ ക്വാളിറ്റിയും ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇനി അടുത്തൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കൺസേൺ എന്ന് പറയുന്നത് അതായിരിക്കും. നമ്മൾ ഈവൻ N95 മാസ്ക് വെച്ചാൽ പോലും ചില ഫൈൻ പാർട്ടിക്കിൾസ് നമ്മുടെ ബ്ലഡ് സ്റ്റെയിൻസ് ഇതിലേക്ക് വരെ പോകാറുണ്ട്. അത് നമുക്ക് വേറൊരു തരത്തിലുള്ള ക്യാൻസർ അതുപോലുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഈവൻ കാർഡിയാക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈമും ലോങ് ടൈമുമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് എനിക്ക് വിട്ടുമാറാത്ത ചുമ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് റെസ്പിറേറ്ററി സംബന്ധിച്ചിട്ടുള്ള. അതേസമയം ലോങ് ടൈം എക്സ്പോഷർ നമ്മൾ അറിയത്തില്ല. നമ്മൾ ഈ PM2.5 AQI നല്ല ക്വാളിറ്റി, നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഗുഡ് ക്വാളിറ്റി എയർ AQI 50 താഴെ ആ ഒരു എയറിൽ പോലും നമ്മൾ PM2.5 അളവ് നമ്മൾ മെഷർ ചെയ്താൽ, നമ്പർ മെഷർ ചെയ്താൽ മില്യൺസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ക്യൂബിക് മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ്, 100 to 500 മില്യൺസ് ഓഫ് PM2.5 പാർട്ടിക്കിൾ, അത് വേരിയിങ് സൈസിലുള്ള അത്രയും ഒരു ക്യൂബിക് മീറ്ററിലുള്ള എയർ പാർട്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സർഫസിൽ കാണുമെന്നാണ് പറയുന്നത്. അത് പക്ഷെ അതിനെ നമ്മൾ ക്ലീൻ എയർ എന്നാണ് പറയുന്നത്. അതൊരു ലിമിറ്റാണ്. പക്ഷെ ഈ ക്ലീൻ എയറിൽ പോലും പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇത്തരം എയർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 to 10 ഇയർ നമ്മൾ ഇൻഹേൽ ചെയ്താൽ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള, നമ്മൾ അക്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രോണിക് ആയിട്ടുള്ള ഇതിലേക്ക് മാറും. അപ്പോഴാണ് ഇത് കാർഡിയാക്കായിട്ട് പ്രശ്നങ്ങളായിട്ട് മാറുന്നതും ക്യാൻസറസ് ഇഷ്യൂസ് ആയിട്ടും മാറുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ടൈമും ലോങ് ടൈമുമായിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ട്. ഡിസംബർ മുതലുള്ള മാസങ്ങളിലാണ് മിക്കവാറും ഈ AQI വ്യത്യാസം വിസിബിളായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ 100-ന് മുകളിലേക്കുള്ള വാല്യൂ വരുന്നത് അപ്പോഴാണ്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ നവംബർ മുതൽ തന്നെ ഈ വാല്യൂവിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ വാർത്തകൾ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതിന് കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ കൺസ്ട്രക്ഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ കൂടുന്നതാണോ ഇത് പ്രധാനമായി കാരണമായി വരുന്നത്? അല്ല, ഇത് സർഫസ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സർഫസ് ലെവലിലെ പൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എമിഷനേക്കാളിലും, ഈ നമ്മൾ എമിറ്റ് ചെയ്യുന്നതിനേക്കാളിലും അതാത് സമയത്തുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്. അറ്റ്മോസ്ഫിയർ ഫേവറബിൾ ആണെങ്കിൽ വലിയ തോതിൽ എമിറ്റ് ചെയ്താൽ പോലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. സർഫസ് ലെവലിൽ കോൺസെൻട്രേഷൻ നിൽക്കത്തില്ല, അത് ഡിസ്പേഴ്സ് ആയി പോകും, കാറ്റടിച്ച് പോകും, അല്ലെങ്കിൽ തെർമൽ ഇൻവേഷൻ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ വായു ചൂടായി കഴിഞ്ഞാൽ അത് ഡിസ്പേഴ്സ് ചെയ്യും. പലപ്പോഴും ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് വിന്റർ സീസൺ ആകുന്ന വഴി സർഫസ് അങ്ങോട്ട് കൂളാകും, വായു മുകളിലത്തേത് കുറച്ച് ചൂടും കാണും. എന്ന് പറഞ്ഞ പോലെ നൈറ്റിൽ സർഫസ് അങ്ങ് കൂളാകും, മുകളിലത്തെ വായു കുറച്ച് അതിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ഈ ചൂടുള്ളത് മുകളിലോട്ട്, ഈ ഡെൻസിറ്റി കൂടിയ വായു, തണുത്ത വായു മുകളിലോട്ട് പോകാൻ വളരെ, അപ്പൊ അത് ട്രാപ്പ് ചെയ്യപ്പെടും. അതാണ് ഈ നവംബറിലും ഒക്കെ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ വിൻഡ്, ഇപ്പം ബ്രഹ്മപുരം ഇവന്റ് ഉണ്ടായ സമയത്ത് ഈ വലിയ തോതിൽ AQ ഇൻഡെക്സ് ഒക്കെ ചിലപ്പം ഈ മെഷർ ചെയ്യുന്ന ഡിവൈസ് ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്ന തരത്തിലേക്ക് AQ ഇൻഡെക്സ് കൂടുതലായിരുന്നു. പക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മാർച്ചിൽ അത് ഉണ്ടായി എന്നുള്ളതാണ്. അതേസമയം നവംബറിൽ ബ്രഹ്മപുരം ഫയർ ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനേക്കാളും കൂടുതൽ സിവിയർ ആയിട്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു. മാർച്ചിൽ ആണ് സ്വാഭാവികമായിട്ടും ആ ഒരു വേസ്റ്റ് ഫയർ സൈക്കിളിൽ ഫെബ്രുവരി മാർച്ചിലാണ് അത് സ്വാഭാവികമായിട്ടും കത്തുന്നത്, ചൂട് പിടിച്ച്. അപ്പൊ മാർച്ചിലുണ്ടായതുകൊണ്ട് നമ്മുടെ വിൻഡ് പാറ്റേൺ, ആദ്യത്തെ ഇവന്റിൽ കാറ്റ് ഇത് അറബിക്കടലിൽ ഒരു 1000 കിലോമീറ്ററോളം ഇതിനെ ഡിസ്പേഴ്സ് ചെയ്തു. രണ്ടാമത്തെ ഇവന്റിൽ പടിഞ്ഞാറൻ കാറ്റ് ഇതിനെ കിഴക്കോട് ഡിസ്പേഴ്സ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ട് അത്രയും വലിയ പ്രശ്നം കൊച്ചിക്ക് സംഭവിക്കാതിരുന്നത്. അപ്പം നവംബറിലും വിൻഡ് കുറവായിരുന്നു, കാറ്റ് വളരെ സ്റ്റാഗ്നന്റ് ആയിരുന്നു. ഒരു 2-3 സൈക്ലോണിക് സർക്കുലേഷന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് ഒരു സബ്സിഡൻസും എയർ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നവംബറിൽ. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ സർഫസിലെ കുറവായിരുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു എപ്പിസോഡ്, ആ ഒരു ഇവന്റ് നടക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് നവംബറിൽ ആ ഒരു അബ്നോർമലായിട്ടുള്ള ഒരു AQI വാല്യൂസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. ഇപ്പോൾ നോർമൽ ലെവലിലായതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന മലിനീകരണ ബോർഡ് ഇത് സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് രേഖപ്പെടുത്തിയത് ഈ AQIയുടെ കാര്യത്തിൽ? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം AQIക്ക് ഒരു നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന മീഡിയാസൊക്കെ പറയുന്നത് ഒന്ന് ഈ നെറ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും, അത് എവിടെ അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചേക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകുന്ന ഡേറ്റയാണ്. അവരുടെ സ്റ്റാൻഡേർഡാണ് അതിൽ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ബെഞ്ച് മാർക്കായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 24 hours നമ്മൾ 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് PM2.5, അത് കൂടിയാലേ അതൊരു പൊല്യൂഷൻ ഇവന്റ് ആയിട്ട് മാറത്തുള്ളൂ, എപ്പിസോഡായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ AQI 100 മേളിൽ അല്ലെങ്കിൽ 200 മേളിൽ പോകുമ്പോൾ, 100 മേളിൽ പോയി കഴിഞ്ഞാൽ അതൊരു എയർ ക്വാളിറ്റി ഡിഗ്രേഡ് ചെയ്ത ഒരു പ്യുവർ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് മാറത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം മെഷർ ചെയ്യുന്നത് ഒന്ന് ഡെയിലി സ്കെയിലിൽ അല്ലെങ്കിൽ ആനുവൽ സ്കെയിലിലാണ്. മണിക്കൂറുകൾ ഉള്ള വാല്യൂസ് ഇതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ബ്രഹ്മപുരം ഇവന്റ് ഉണ്ടായപ്പോൾ പോലും ഡെയിലി വാല്യൂസ് ചിലപ്പം 120, 150 ഒക്കെ PM2.5 ക്രോസ് ചെയ്തിട്ടുണ്ട്, ഡെയിലി വാല്യൂസ്. പക്ഷെ അവർലി ഓരോ മണിക്കൂറിലുള്ള വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് 300-400 ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഡെയിലി ആവറേജ് ചെയ്യുമ്പോഴാണ് ചില സമയത്ത് അത് 50 കുറയും. അപ്പൊ ഇതിനെ ഡെയിലി ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് 120-130 ആ സമയത്ത് കിട്ടിയത്. പക്ഷെ ഈ നെറ്റിൽ വരുന്നത് എന്താ, രാവിലെ 6 മണിക്ക് വന്നിട്ട് PM2.5 മെഷർമെന്റ് നോക്കും, എത്ര വാല്യൂ ആണ്. അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് വാല്യൂ വരുന്നത്. അപ്പം കാണാം 300. അപ്പം ആ സമയത്തുള്ള ഇൻസ്റ്റന്റേനിയസ് AQI വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഇതെല്ലാം മെഷർമെന്റ്. ആ ഇൻസ്റ്റന്റേനിയസ് AQI ആ സമയത്ത് ചിലപ്പം കൂടുതലായിരിക്കും. അതാണ് നമ്മൾ PM2.5 300 200 അല്ലെങ്കിൽ AQI 300 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം ഈ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് ഇത് മാറുന്നു. അതേസമയം ഡൽഹിയെ പോലെ ഇതൊരു ഫുൾ ഡേ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി, എന്താ പറയുക, ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമ്മുടെ രാവിലെ മാത്രമേ ഈ ഒരു പീക്ക് ചെയ്യുന്നുള്ളൂ. രാത്രി സമയങ്ങളിലാണ്, രാത്രി ലേറ്റ് നൈറ്റ് ഏർലി മോർണിംഗ്, വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ നമുക്ക് ഇതിനുള്ള എക്സ്പോഷർ വരുന്നുള്ളൂ. ഒരു സൺ വരുന്നതോടുകൂടി ഇത് ഡിസ്പേഴ്സ്ഡ് ആയി പോവുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ
അനുഗ്രഹീതമായിട്ടുള്ള ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ കൊച്ചി, അതർവൈസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എമിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലെ ആയാലും ബാംഗ്ലൂരിലെ ആയാലും മുംബൈയിലെ ആയാലും ഡൽഹിയിലെ ആയാലും ഇൻഡസ്ട്രി ആയാലും അതുപോലെ തന്നെ വെഹിക്കിൾ എമിഷൻ ആയാലും ഏകദേശം ഒരേ പോലെ എമിറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ വൈ ഓൺലി ഓവർ ഡൽഹി, അതാണ് ഞാൻ വെച്ചാൽ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിൽ നിന്നും ഈവൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരെയുള്ള എയറസോൾസ് ട്രാൻസ്പോർട്ട് ചെയ്ത് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. കൊച്ചിയുടെ കാര്യത്തിൽ നമുക്ക് പടിഞ്ഞാറോട്ട് വിശാലമായിട്ടുള്ള സമുദ്രമാണ്, അതുപോലെ തന്നെ കരക്കാറ്റിൻ്റെയും കടൽക്കാറ്റിൻ്റെയും ഒരു ഫേവർ മെക്കാനിസം ഉണ്ട്. ഇതെല്ലാം അൺഫേവറായിട്ട് പലപ്പോഴും വരാറുണ്ട്. മുമ്പേ പറഞ്ഞത് കാറ്റിൻ്റെ സ്ട്രെങ്ത് പറയാറുണ്ട്, ടെമ്പറേച്ചർ ഇൻവേഷൻ നടക്കാറുണ്ട്. ഈ സമയത്താണ് അത് നമ്മൾ കൊച്ചി ഡൽഹി പോലെ വലിയ ഒരു എന്താ പറയുക എയർ പൊല്യൂഷൻ ഹോട്ട്സ്പോട്ടായിട്ട് മാറുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് മെട്രോ അല്ലെങ്കിൽ ഹൈവേ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി മൊത്തം ഇപ്പം നടക്കുന്നത് രാത്രിയിലാണ്. അപ്പം ഈ എമിഷൻ മൊത്തം നടക്കുന്നത് രാത്രിയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം മുമ്പേ പറഞ്ഞ പോലെ ഈ ടെമ്പറേച്ചർ ഇൻവേർഷനും ഒക്കെ രാത്രിയിലും പകലുമാണ് കൂടുതൽ. അപ്പം ഈ എമിഷൻ ഉണ്ടാകുന്ന എമിഷൻ രാത്രി തന്നെ അവിടെ ട്രാപ്പ് ചെയ്തപ്പെടുകയാണ്. അപ്പം ഇത് അതേസമയം പകലായി എമിഷൻ നടക്കുന്നത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഡിസ്പേഴ്സ് ചെയ്തു പോകും. അപ്പം അതുകൊണ്ടാണ് രാത്രി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നു, എമിഷൻ രാത്രി നടക്കുന്നു. അതുകൊണ്ട് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഏർലി മോർണിംഗ് ഇതിന്റെ കോൺസെൻട്രേഷൻ സർഫസിൽ കൂടുന്നു. സിമ്പിളാണ്. അപ്പം ഒരുപക്ഷെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നമ്മൾ പകലിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചിലപ്പോൾ രാത്രിയിൽ കുറയ്ക്കാം. പക്ഷെ അത് പറ്റില്ലല്ലോ, നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ, അതിലിപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയോ നമ്മുടെ ഏജൻസിയെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മെട്രോ വേണം, നമുക്ക് നല്ല റോഡുകൾ വേണം. അപ്പം ആ രീതിയിലൊരു ബാലൻസ് ആണ് കാണുക. പക്ഷെ കേരളത്തിൽ പിന്നെ മഴയുടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാ മാസവും മഴ ലഭിക്കാൻ ഉള്ള സാഹചര്യമുള്ള സ്ഥലമാണ്. അതും ഒരു അനുഗ്രഹീതമാണ്. കാരണം ഈ വെറ്റ് സ്കാവഞ്ചിങ് എന്ന് പറയുന്നത് എയറസോള് തങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങൾ മഴയിലൂടെ വാഷ് ഔട്ട് ആയി പോകാറുണ്ട്. അപ്പോൾ അതും ഒരു അനുഗ്രഹീതമാണ്. അതുകൊണ്ട് മൺസൂൺ സമയത്ത് നമുക്കൊന്നും എയർ പ്രശ്നമേ വരുന്നില്ല. അപ്പം പ്രീ മൺസൂണിലും പലപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ മഴയൊക്കെ പെയ്ത് സെറ്റിലാവും. അപ്പം നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട് കാലാവസ്ഥാപരമായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് വലിയ ഈ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ഒരു വലിയൊരു ഹെൽത്ത് കൺസേൺ ആയിട്ടും അല്ലെങ്കിൽ വലിയൊരു ഹസാർഡായിട്ടും മാറാത്തതിൻ്റെ പ്രധാന പ്രശ്നം. ഈ എയർ ക്വാളിറ്റി അളക്കുന്ന ഒരു മെക്കാനിസം എങ്ങനെയാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് അത് അളക്കുന്നത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇതിന്റെ ഓതറൈസ്ഡ് ഏജൻസി. ഇപ്പം കാലാവസ്ഥ പറയാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഡേറ്റയാണല്ലോ നമ്മൾ ഇത്. ബാക്കി എല്ലാവരും ഇവിടെ ഒത്തിരി ഡേറ്റയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് റിലയബിൾ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ഏജൻസികളായിരിക്കും, സംസ്ഥാനത്തിൻ്റെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും. കാരണം നമ്മൾ എവരൊക്കെ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ വളരെ നമ്മളൊരു പെരിഫറലായിട്ട് പറയാവുന്നേ ഉള്ളൂ. ഇത് മെഷർ ചെയ്യുന്ന ടെക്നിക്സ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻസും സെൻസേഴ്സുമാണ് ഇത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം AQI കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ PM2.5, PM10, SO2, NO2, ബ്ലാക്ക് കാർബൺ, അമോണിയ, ഓസോൺ, ഇതെല്ലാം മെഷർ ചെയ്യുന്ന സെൻസേഴ്സ് വേണം. ഇതെല്ലാം ഉണ്ട്. ഒരു എയർ പൊല്യൂഷൻ സെൻസർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഇതെല്ലാം മെഷർ ചെയ്യുന്ന സെൻസറുകളുള്ള ഒരു യൂണിറ്റാണ്. ഇപ്പം PM2.5 ഇപ്പം ഫോർ എക്സാമ്പിൾ അത് റിസർച്ച് മോഡിലൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ നാനോമീറ്റർ സ്കെയിലുള്ള പാർട്ടിക്കിൾ തൊട്ട് ഒരു 20 മൈക്രോമീറ്റർ വരെ നമുക്ക് മെഷർ ചെയ്യാം. അതിന് ഡിഫറെൻ്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റ്, ഒറ്റ ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഈ വേരിയൻ്റ് സൈസ് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് നമ്മൾ ചിലപ്പം റിസർച്ചിൽ യൂസ് ചെയ്യുന്നത് സ്കാനിങ് മൊബിലിറ്റി പാർട്ടിക്കിൾ സെൻസർ എന്ന് പറയും, സൈസർ. അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരു നാനോമീറ്റർ സ്കെയിലുള്ള പാർട്ടിക്കിൾസ് അപ് ടു 1 മൈക്രോമീറ്റർ വരെ മെഷർ ചെയ്യും. പിന്നെ ഒപ്റ്റിക്കൽ OPS എന്ന് പറയും, ഒപ്റ്റിക്കൽ പാർട്ടിക്കിൾ സൈസർ. അത് മെഷർ ചെയ്യുന്നത് അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ഈ സ്കാറ്ററിംഗ് പ്രോപ്പർട്ടി, ലൈറ്റ് കടത്തി വിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് മെഷർ. അത് ഒരു 0.5 to 1 to 2 മൈക്രോമീറ്റർ മെഷർ ചെയ്യും. പിന്നെ ഒരു എയറോഡൈനാമിക് പാർട്ടിക്കിൾ സൈസർ ഉണ്ട്, APS. അത് ഏകദേശം ഒരു 1 മൈക്രോമീറ്റർ ടു 20 മൈക്രോമീറ്റർ. അപ്പം ഇൻ എഫക്റ്റ് PM2.5 തന്നെ മെഷർ ചെയ്യാൻ നമുക്ക് പല ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമുണ്ട്. അപ്പം ഞാനത് ചുരുക്കി പറയുകയാണ്, ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ നെറ്റിലൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഇത് എവിടുന്ന് എടുക്കുന്നതെന്ന്, എവിടെ ഇത് സെൻസർ വെച്ചേക്കുന്നതെന്നോ, കൊച്ചിയിൽ ഇത്രയുണ്ട്, എവിടെ CPCB ഡേറ്റ ഒന്നാണ് തരുന്നത്, അത് നമുക്ക് ആക്സസിബിൾ ആണ്.
ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും കാണാം. ചില സമയത്ത് ചിലപ്പം ഈ സെൻസറൊക്കെ ഡൗൺ ആയി പോകും, അത് മനഃപൂർവ്വം ഓഫാക്കി വെക്കുന്നതൊന്നുമല്ല. പിന്നെ നമുക്കറിയാലോ ചില ഈ സെൻസറുകൾ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ട്. ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം റേഞ്ച് ഉണ്ട്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു SMPS വിൽ മെഷർ ഓൺലി അപ് ടു 1 മൈക്രോമീറ്റർ. ഇത് മാത്രമേ ഒരു സ്റ്റേഷനിലുള്ളൂ, ബാക്കി രണ്ടും ഓഫ് ആണെന്ന് വെച്ചു. കേടായി, മനുഷ്യനല്ലേ, ഇതെല്ലാം ഇൻസ്ട്രുമെന്റ്സും സെൻസേഴ്സുമാണ്, കേടായെന്ന് വെച്ചു. ഇതിന് മേളിലുള്ള മെഷർമെന്റ് നമുക്ക് കിട്ടില്ല. മെഷർമെന്റ് നാനായിട്ടോ നൽ വാല്യൂ ആയിട്ടോ വരും. അന്നേരം എല്ലാവരും പറയുന്നത് എന്തോ എപ്പിസോഡ് കൂടിയപ്പം CPCB അടച്ചു വെച്ചതാണെന്ന് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സയന്റിഫിക് ആയിട്ടും ഒരു മെത്തഡോളജി ഫോളോ ചെയ്തുമാണ് ഇതെല്ലാം മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഏത് സ്പീഷീസ് ആണ് ഇൻഡെക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതെല്ലാം യൂണിറ്റഡ് ആണ് മെഷർ ചെയ്യുന്നത്. PM2 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ PPB, ഓസോണിൻ്റെ കേസിൽ PPB ആയിട്ടും മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് വാല്യൂ ആയിട്ടാണ് ഫൈനലി AQA ആയിട്ട് പറയുന്നത്. ദാറ്റ് വിൽ നോട്ട് റെപ്രസെന്റ് വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു PM 2.5 PM. ഇതിന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമ്മൾ AQA ആയിട്ട് ഒറ്റ വാല്യൂ ആയിട്ട് പറയുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അല്ലാതെ PM 2.5 ഇത്ര, SO2 ഇത്ര, ഓസോൺ ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണ്, ആൾക്കാർക്ക് അതിന്റെ സിവിയറിറ്റി മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ AQA ബേസ്ഡ് സിംഗിൾ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊച്ചി തന്നെ എടുക്കുക, ഇപ്പം എറണാകുളം ജില്ല തന്നെ എടുക്കുക, AQA മെഷർ ചെയ്യുന്നു, വൈറ്റില മെഷർ ചെയ്യുന്നു, നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ഏലൂര് മെഷർ ചെയ്യുന്നു, കോതമംഗലത്ത് മെഷർ ചെയ്യുന്നു വെച്ചാൽ മൂന്നിടത്തും ഇപ്പം വൈറ്റില 120 AQA, ഏലൂര് 100, കോതമംഗലത്ത് 80. നമ്മൾ വിചാരിക്കും കോതമംഗലം സേഫും ഏലൂര് സേഫും ആണെന്ന്. വൈറ്റില കൂടുതലല്ലേ 120, പക്ഷെ വൈറ്റിലേക്കാളിലും അൺസേഫ് ആയിരിക്കും ഏലൂര്. കാരണം സ്പീഷീസ് ഡിഫറെൻ്റ് ആയിരിക്കും. വൈറ്റിലെ വെഹിക്കിളും അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഡസ്ട്രി എമിഷൻ അല്ലെങ്കിൽ വെഹിക്കിൾ എമിഷനാണ് വൈറ്റിൽ കൂടുതൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എമിഷനാണ് വൈറ്റിൽ കൂടുതൽ. ഏലൂര് വരുമ്പോഴത്തേന് കെമിക്കൽ കോമ്പോസിഷനാണ് കൂടുന്നത്. അപ്പം അതിൻ്റെ സിവിയറിറ്റി കൂടുതലാണ്. ഡസ്റ്റ് PM 2.5 ഉണ്ടാക്കുന്നതിനേക്കാളും സിവിയർ ആയിട്ട് എഫക്റ്റ് ആയിരിക്കും. വൈറ്റിലെ 140 AQA ഉള്ളതും ഏലൂര് 80 AQA ഉള്ളതും നമ്മൾ കമ്പയർ ചെയ്ത് 80 AQA ഉള്ള ഏലൂരായിരിക്കും ചിലപ്പം ഹെൽത്ത് എഫക്റ്റ് കൂടുതൽ. കോതമംഗലം സേഫ് ആണെന്ന് നമ്മൾ പറയാം, ഇപ്പം 80 AQA. പക്ഷെ അവിടെയും ഈ ഓക്സിഡൈസേഷൻ പൊട്ടൻഷ്യൽ ചിലപ്പം ബയോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റി എന്നൊക്കെ പോകുന്ന എയറസോൾസും അല്ലെങ്കിൽ PM 2.5 ആയിരിക്കും ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് കോതമംഗലത്ത് കൂടുതൽ. അവിടെയും ചിലപ്പം ഈ ഹെൽത്ത് കൺസേൺ വൈസ് ചിലപ്പം സിവിയർ ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാരണം ഈ ഒരു സിംഗിൾ AQA വെച്ചിട്ട് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, സിവിയറിറ്റിയെ നമുക്ക് കണക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത്, വൈറ്റിലേക്കാളിലും പ്രോബ്ലമാറ്റിക് ആയിരിക്കും ഏലൂര്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. ഈ മഞ്ഞുകാലത്ത് പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഇപ്പോൾ കൊച്ചിയിൽ പുകമഞ്ഞ് വളരെ കൂടുതലായിരുന്നു. ഇപ്പം കെട്ടിടങ്ങളുടെ മുൾഭാഗമൊക്കെ നമ്മൾ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ കാണാം ഈ പുകമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. അത് ഒരു പറയുകയാണെങ്കിൽ ബ്രഹ്മപുരം സമയത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ളൊരു കാഴ്ചയാണ് അന്ന് കണ്ടത്. ഈ മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ AQAയിൽ ഉണ്ടായ ഈ മാറ്റങ്ങൾ തന്നെ ആണോ ഇതിന് കാരണമായി വന്നത്? സ്മോഗ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഒരു പ്രോസസ്സാണ്. സ്മോഗ് ഉണ്ടാകണമെങ്കിൽ ഫോഗ് ഉണ്ടാകണം. ഫോഗും അതുപോലെ തന്നെ ഈ പുക പടലങ്ങളുടെ കമ്പൈൻ ചെയ്താണ് സ്മോഗായിട്ട് മാറുന്നത്, പുകമഞ്ഞായിട്ട് മാറുന്നത്. പുകയും മഞ്ഞുണ്ടാകണമെങ്കിൽ നമുക്ക് ഹ്യൂമിഡിറ്റി വേണം. കാരണം അതുകൊണ്ടാണ് നമ്മുടെ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് നമുക്ക് ഹ്യൂമിഡിറ്റിക്ക് വലിയ പ്രശ്നമില്ല. ഈവൻ നവംബറിലാണെങ്കിൽ പോലും നമുക്ക് ഹ്യൂമിഡിറ്റി 40-50, ചിലപ്പം കാറ്റ് ഈ കടലിൽ നിന്നുള്ള കടൽക്കാറ്റിൻ്റെ ഫേവർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഹ്യൂമിഡിറ്റി 60-70 ഒക്കെ പോകും. അപ്പം മോർണിംഗിൽ പകല് 50% ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ആ ഹ്യൂമിഡിറ്റി അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ മോർണിംഗ് ആകുമ്പോഴത്തേന് ചിലപ്പോൾ 80%, 90%, 100% ഒക്കെ ആകും, സാച്ചുറേറ്റഡ് ആകും. അപ്പം ഗ്രൗണ്ട് തണുക്കുന്നതിനനുസരിച്ച് സെയിം ഹ്യൂമിഡിറ്റി തന്നെ സാച്ചുറേറ്റഡ് ആകും. അത് കണ്ടൻസ് ചെയ്യും പലപ്പോഴും സർഫസിൽ തന്നെ. അതാണ് ഫോഗായിട്ട് മാറുന്നത്. ഫോഗ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു മേഘമാണ്. അത് സർഫസിൽ കണ്ടൻസ് ചെയ്യുന്നതുകൊണ്ട് അത് ചെറിയ തിന്നായിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ മഞ്ഞിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻസ് ട്രാപ്പ് ചെയ്യപ്പെടും, അത് കമ്പൈൻ ആവും. സ്മോഗ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ് കൂടുതലും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓസോണ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് തുടങ്ങിയ നൈട്രേറ്റ്, സൾഫേറ്റ് തുടങ്ങിയ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്
സ്മോഗ് ഇവന്റിനെ, ഈ വാഹന സാന്ദ്രതയൊക്കെ വാഹന സാന്ദ്രത എല്ലാം ഇതിൽ വരുന്നതാണ്. വാഹന സാന്ദ്രത, കൺസ്ട്രക്ഷൻ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഓസോൺ പ്രൊഡക്ഷൻ അറ്റ് ദി സർഫസ് ലെവൽ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഹ്യൂമിഡിറ്റിയും കൂടെ ചേരുമ്പോഴാണ്, ആർദ്രതയും വേണം, അതുകൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു സ്മോഗ് ഇവന്റ് പോലെ ഉള്ള ഇഷ്യൂസ് വരുന്നത്. അത് കോമൺ ആകാനുള്ള സാധ്യത മീൻസ് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട്. വേനൽക്കാലം വരികയാണ്. ഇത്തവണ വേനൽ എങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുക? വേനൽ ഇപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ നമ്മൾ വേനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻ്റർ ടൈം ചുരുങ്ങിക്കൊണ്ട് ഈവൻ ജാനുവരി ആകുമ്പോൾ തൊട്ട് വേനൽ അബ്നോർമലായിട്ട് ടെമ്പറേച്ചർ കൂടുന്ന ഒരു പാറ്റേണിലേക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നു, നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മറല്ല, സ്പ്രിങ് ഏർലി ആകുന്നു. ഈവൻ ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആകുമ്പോഴേ അനോമലി പോസിറ്റീവായിട്ട് മാറി ടെമ്പറേച്ചർ കൂടുന്നു. ഫെബ്രുവരി പകുതിയോടെ ടെമ്പറേച്ചർ വളരെ കൂടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മർ അല്ലെങ്കിൽ സ്പ്രിങ് ഏർലി ആകുന്നു, സമ്മർ ഏർലി ആകുന്നു. ഇതിന്റെ എഫക്റ്റ് ലോങ് ടൈമിൽ വരുമ്പോഴത്തേനും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷവും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അനോമലി 2024 ഒന്നും സ്കെയിലിൽ പോയില്ലെങ്കിൽ പോലും ഒരു 0.1 ഡിഗ്രി അനോമലിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ താപനില. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് മാർച്ചാണ്, സ്വാഭാവികമായിട്ടും സമ്മറിലേക്ക് കിടക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഫെബ്രുവരി പൊതുവേ മഴ കുറവാണ്. നമുക്ക് ഒരു ചിലപ്പോൾ 1-2 സ്പെല്ല് ഈ മാഡൻ ജൂലിയൻ ഓസിലേഷൻ വരുന്നതുകൊണ്ട് ഒരു ചെറിയ വേനൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ആയിരിക്കും കൂടുതൽ. ആ വേനൽ മഴ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിയ ടൈപ്പ് മഴയുമായിരിക്കും. അപ്പം അതൊരു ചെറിയ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് മഴയും മാറി നിൽക്കും. അതോടൊപ്പം തന്നെ UV റേസ്, സണ്ണ് നോർത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഓവർഹെഡ് സണ്ണ് വരുന്ന സമയമാണ് മാർച്ച് പകുതിയാകുമ്പോൾ. ആ സമയത്ത് മഴ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ സിവിയർ ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം UV ഇൻഡെക്സ് സർഫസിലേക്ക് കൂടും, ടെമ്പറേച്ചർ കൂടും, മഴ കുറയും. അപ്പം അതിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും. അത് ഹീറ്റ് വേവിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഹീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇപ്പം കോസ്റ്റൽ റീജിയൻ ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് കൂടുകയും ഈ പറഞ്ഞ പോലെ ശരാശരിയിൽ നിന്ന് 4 മുതൽ 5 വരെ താപനില കൂടുകയും ചെയ്താലേ നമുക്കതിനെ ഹീറ്റ് വേവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ ടെക്നിക്കലി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയാണ്. നമ്മുടെ റീജിയനിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 40 ഡിഗ്രി ക്രോസ് ചെയ്യണം. അപ്പം നമ്മുടെ റീജിയനിൽ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് കോസ്റ്റൽ റീജിയനിലെ പ്രധാന പ്രശ്നം ഈ 37 ഡിഗ്രി തന്നെ 40 ഡിഗ്രി അവിടുത്തെ എഫക്റ്റ് വരും. കാരണം ഹ്യൂമിഡിറ്റിയുടെയും കൂടെ പ്രശ്നം വരുന്നതുകൊണ്ട് ഫീൽഡിലേക്ക് ടെമ്പറേച്ചർ, നമ്മുടെ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ചിലപ്പം 37 ഡിഗ്രിയിൽ 50% ഹ്യൂമിഡിറ്റിയിൽ ഒരു 48-50 ഡിഗ്രിയുടെ ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്തില്ലേ പോലും 37 ഡിഗ്രിക്ക് മേളിലേക്ക് നമ്മുടെ റീജിയനിൽ താപനില എത്തുമ്പോൾ തന്നെ പൊതുവേ നമുക്ക് ഒരു ഡിസ്കംഫർട്ടും ഹീറ്റ് സ്ട്രെസ്സും എല്ലാവർക്കും ഉണ്ടാകും, മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും. അപ്പോൾ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 2015 ശേഷം പാലക്കാടിൽ പലപ്പോഴും 40 ഡിഗ്രി ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈവൻ കോസ്റ്റൽ റീജിയൻ 2024 ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 37 ഡിഗ്രി ക്രോസ് ചെയ്ത് 4 ഡിഗ്രി ടെമ്പറേച്ചർ. അപ്പോൾ ഈ വർഷവും അത് സംഭവിക്കണമെന്നില്ല. കാരണം 24 എന്ന് പറഞ്ഞ ഒരു എല്ലിനോ ഇയർ ആയിരുന്നു, അതിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും എന്തായാലും, പക്ഷേ അതൊരു ഹീറ്റ് വേവ് ചിലപ്പം 1-2 സ്പെല്ലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പീക്ക് മാർച്ചിൽ ഒക്കെ സണ്ണ് വെർട്ടിക്കലായിട്ട് വരുന്ന സമയത്ത് ചിലപ്പം 1-2 സ്പെല്ലൊക്കെ കിട്ടാറുണ്ട്. കാരണം നമ്മുടെ പശ്ചിമ തീരത്ത് ഹീറ്റ് വേവ്സിൻ്റെ നമ്പർ കൂടുന്നതായിട്ടും ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അതേസമയം കോർ ഹീറ്റ് വേവ് സോണായിട്ടുള്ള സെൻട്രൽ ഇന്ത്യ, വെസ്റ്റ് രാജസ്ഥാൻ, തെലുങ്കാന, ആ റീജിയനിലൊക്കെ ഹീറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഓൾറെഡി കൂടുതലാണ്. പക്ഷെ അത് അതുപോലെ തന്നെ റിമെയിൻ ചെയ്യുകയാണ്. പക്ഷെ പുതിയ ഒരു ഹീറ്റ് വേവ് സോണായിട്ട് നമ്മുടെ പശ്ചിമ തീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പാലക്കാടാണ്. പാലക്കാടിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ പാലക്കാടിൽ നിന്ന് വടക്കൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന കാറ്റ്, ചൂട് കൂടിയ വായു പാലക്കാട് ചുരം വഴിയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ഉള്ള ആ ഒരു പ്രശ്നം അടുത്ത കുറച്ച് നാളായിട്ട് മലപ്പുറത്തേക്കും തൃശ്ശൂരേക്കും വരെ വ്യാപിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ പുനലൂർ ഭാഗം ഈ ഗ്യാപ്പിലൂടെ വരുന്ന ഒരു ഗ്യാപ്പ് എഫക്റ്റ്. 2024 എൽനിനോ ഇയർ ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 2025 സാധാരണ മട്ടിലുള്ള കാലാവസ്ഥയാണ് കിട്ടിയത്. മഴ സാധാരണ മട്ടിലായിരുന്നു. വേനൽ എനിക്ക് തോന്നുന്നു എൽനിനോയുടെ ആ ഒരു പ്രഭാവം മൂലം കുറച്ച് വേനൽ സാധാരണ മട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം
തണുപ്പ് കാലം വരുമ്പോൾ അതും ഒരു സാധാരണ മട്ടിലുള്ള തണുപ്പ് കാലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേനൽക്കാലവും അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യതയില്ല. ഈ എൽനിനോ 2024 ലാനിന കഴിഞ്ഞു, ഇനി അടുത്ത എൽനിനോയിലേക്ക് വരികയും കൂടിയല്ലേ? അതെ. ഇതിന് ടൈമിംഗ്, എല്ലിനോയുടെ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളടുത്ത ഇപ്പോൾ ഒരു ലാനിന കഴിഞ്ഞൊരു ന്യൂട്രൽ അവസ്ഥയിലേക്ക്, ഒരു വലിയ ആക്ടിവിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. പക്ഷെ അന്നേരവും നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടുതലാണ് അനോമലി. അപ്പോൾ അതില്ലാതെ തന്നെ അത് സംഭവിക്കുമ്പം ആഗോളതാപനത്തിൻ്റെ ഒരു ഫുട് പ്രിൻ്റാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് എല്ലിനോ വരാൻ സാധ്യത നമ്മുടെ ജൂണിലാണ്, മെയ് ജൂൺ ലാസ്റ്റോടു കൂടിയാണ്. അപ്പോഴേക്കും നമ്മുടെ മൺസൂൺ ആവും. സമ്മർ സീസൺ മാറി. പക്ഷെ അന്നേരം മഴയായിരിക്കും എല്ലിനോ എഫക്റ്റ് ചെയ്യുന്നത് ചൂടിനേക്കാളും. അതർവൈസ് ഓൾസോ 2024 2026 എല്ലിനോ ഇല്ലെങ്കിൽ പോലും ചൂട് കൂടിയ ഒരു വർഷമായിട്ട് തന്നെ മാറാനാണ് സാധ്യത. കാരണം പല പ്രദേശത്തും ആ പ്രശ്നങ്ങൾ ഇപ്പം തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ ഈ ഇതൊരു ഗ്ലോബൽ സർക്കുലേഷൻ ബെൽറ്റ് ആണല്ലോ. ഈ പറഞ്ഞ പോലെ വിന്ററിൻ്റെ ഇൻറ്റൻസിറ്റി പലപ്പോഴും കൂടാറുണ്ട്. അതും ഗ്ലോബൽ വാർമിംഗ് കാരണമാണ്. നമ്മുടെ ഈ ആർട്ടിക്കിലുള്ള മഞ്ഞ് കൂടുതൽ ഉരുകുന്നു. അതുപോലെ തന്നെ പോളാർ വോർട്ടെക്സ് ബലക്ഷയം സംഭവിച്ച് അവിടെ ട്രാപ്പ് ചെയ്തിട്ടുള്ള തണുത്ത കാറ്റാണ് ഈ ട്രോപ്പിക്സിലേക്ക് വരുന്നത്. അപ്പം ട്രോപ്പിക്സിലേക്ക് ആ തണുത്ത കാറ്റ് വരുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ തോന്നും, തണുത്ത ഫീലിംഗ്. പക്ഷേ ഇതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. അപ്പോൾ മനസ്സിലായി, ഈ കോൾഡ് വേവും ഉണ്ടാകുന്നത് ഗ്ലോബൽ വാർമിംഗ് കാരണമാണ്. മനസ്സിലായി. അപ്പം എന്തായാലും ഗ്ലോബൽ വാർമിംഗ് ഒരു റിയാലിറ്റിയാണ്. ചൂട് കുറയുമെന്ന് പ്രതീക്ഷിക്കാനുള്ള ആശാവചകമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ എല്ലിനോ വരുമ്പോൾ അതിൻ്റേതും കൂടെ എഫക്റ്റ് നാച്ചുറലായിട്ട് വരും. ഈ എല്ലിനോ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കുന്നു പറയുന്നത്, മഴ ഏത് തരത്തിലായിരിക്കും ഇതിനെ ബാധിക്കുക? അതിപ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും പൊതുവേ ജൂൺ ജൂലൈ പീക്ക് മൺസൂൺ മന്തിൽ എല്ലിനോ വന്നു കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ടാണ് ഇതുവരെ സംഭവിക്കുന്നത്. എല്ലിനോ ഈസ് നോട്ട് ദാറ്റ് ഗുഡ് ഫോർ അവർ മൺസൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രളയം ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല. നമുക്ക് ഇപ്പം കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ മൺസൂൺ സമയത്ത് കിട്ടേണ്ട മഴയെക്കാളും കുറവാണ് കിട്ടുന്നത്. അതെ, ഒരു 10-15% മഴ കുറവാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് അടുപ്പിച്ച് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഫ്ലഡും 24 15% മഴക്കുറവുള്ള കേരളത്തിൽ വലിയ ഫ്ലഡ്, ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. മനസ്സിലായി. അപ്പം ഇതുമായിട്ട് ലിങ്കില്ല. ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് മഴ കൂടുതൽ തീവ്രമായി മാറുകയാണ്. അതായത് സീസണിൽ കിട്ടുന്ന മഴയിൽ വലിയ കുഴപ്പമില്ല, അല്ല ചിലപ്പോൾ അത് കുറയുമായിരിക്കും. സീസണൽ മൺസൂൺ മഴ ഡിസ്ട്രിബ്യൂഷൻ്റെ നേച്ചർ മാറി, ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നേച്ചർ മാറി. അതോടൊപ്പം തന്നെ ചുരുങ്ങിയ കാലയളവിലേക്ക് മഴ പെയ്ത്ത് മാറി. കൂടുതൽ മഴ ദിനങ്ങൾ കുറയുന്നു, മഴ ഇടവേളകൾ കൂടുന്നു, കിട്ടുന്ന മഴ അതിതീവ്രമായിട്ട് കിട്ടുന്നു. അപ്പൊ ഈ ഒരു നേച്ചറിലേക്ക് മാറുന്നതുകൊണ്ട് നമുക്ക് മഴക്കുറവിൽ പോലും ഫ്ലഡും പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലാണ് ഈ മഴയുടെ കാര്യങ്ങൾ പറഞ്ഞത്. മഴ അത്ര ലീനിയർ അല്ല. ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ നമുക്ക് കുറേയൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, എല്ലാ പ്രദേശത്തിനും ടെമ്പറേച്ചർ യൂണിഫോം ആയിട്ട് കൂടുകയാണെന്ന് പറയാം. മഴയുടെ കാര്യത്തിൽ വേറെ കുറേ അധികം നോൺ ലീനിയർ ആയിട്ടുള്ള ഘടകങ്ങളുള്ളതുകൊണ്ട് എല്ലിനോ മാത്രമല്ല നമ്മുടെ മഴയെ സ്വാധീനിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളുണ്ട്, അതുപോലെ തന്നെ യുറേഷ്യൻ സ്നോ കവറുണ്ട്, പ്രീ മൺസൂണിൽ കിട്ടുന്ന ചൂട് ഇതെല്ലാം അതിൽ ഘടകങ്ങളാണ്. എല്ലിനോ ഒരു 60% മാത്രമേ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി അറബിക്കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പം അറബിക്കടലിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം പുതിയ പുതിയ സംഭവങ്ങളാണല്ലോ. ബംഗാൾ സൈക്ലോൺ ഉണ്ട്, അത് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അറബിക്കടലിൽ കൂടുതലാണ് നമുക്ക് പ്രശ്നം കൂടുതൽ. അപ്പോൾ ഇതെല്ലാം പ്രീ മൺസൂണിൽ ഒരു പക്ഷേ അറബിക്കടലിൽ സൈക്ലോണിൻ്റെ സാധ്യതയും ഉണ്ടാകും. പൊതുവേ ഇപ്പം കണ്ടുവരുന്നത് മൺസൂൺ ഓൺസെറ്റിന് തൊട്ട് മുമ്പായിട്ട് അറബിക്കടലിൽ ഇത്തരം ഈ ചെറിയ ചെറിയ ന്യൂനമർദ്ദങ്ങളൊക്കെ സൈക്ലോണായിട്ട് പരിണമിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ചക്രവാത ചുഴികളെല്ലാം പണ്ട് ചക്രവാത ചുഴി ഉണ്ടാകുന്നു, അതിപ്പോൾ ചക്രവാത ചുഴി ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ന്യൂനമർദ്ദവും അതിതീവ്ര ന്യൂനമർദ്ദവും പക്ഷേ സൈക്ലോണായിട്ടും മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേനൽമഴയുടെ അവസ്ഥ എന്താണ്? വേനൽമഴ കൂടുമോ അതോ കുറയാനുള്ള സാധ്യത? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മാഡൻ ജൂലിയൻ ഓസിലേഷൻ ആഗോള മഴപ്പാത്തി ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ചക്രവാത ചുഴികളൊക്കെ ബേ ഓഫ് ബംഗാളിലും നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് ശ്രീലങ്കയുടെ ഭാഗത്തൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റിൽ ചിലപ്പം 1-2 ദിവസം, അടുത്ത 1-2 ദിവസം സ്കാറ്റേഡ് ആയിട്ടുള്ള, എന്നാൽ സൗത്ത് കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ അസാമാന്യം ഈ ഇടിവെട്ടിയോട് കൂടിയുള്ള മഴ കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മഴ കുറവിലേക്കായിരിക്കും പോകുന്നത്.